മഹാപാപി. അവൻ എത്ര പിള്ളേരുടെ ജീവിതം നശിപ്പിച്ച് അവസാനം ഭഗവാൻ അവന് നല്ല ശിക്ഷ തന്നെ കൊടുത്തു. ഇങ്ങനെ നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളുടെ മാനം കളയുന്നവന്റെ അവസാനം ഇങ്ങനെ തന്നെ. അയ്യോ, എന്താ ഏട്ടാ, എന്തിനാ ഇങ്ങനെ ചെയ്തേ? നീ നന്നായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. എടാ കുറി എടുത്തേ. അതെ, എന്റെ മോന്റെ കല്യാണമാ, മറക്കാണ്ട് വന്നേക്കണം കേട്ടോ. മറക്കാതെ കല്യാണത്തിന് വന്നേക്കണേ. കുടുംബസമേതം എന്റെ മോന്റെ കല്യാണത്തിന് വന്നേക്കണം. ഞാൻ വരട്ടെ. ദേവയുടെ കല്യാണത്തിന് ക്ഷണക്കത്ത് കൊടുക്കുന്നതൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടെന്ന് തോന്നല്ലോ. പിന്നെ ദേവ എവിടെ? അവൻ എവിടെയാന്ന് അറിഞ്ഞൂടാ. ഈ കല്യാണ പണിയിലൊന്നും അവന് ഒരു ശ്രദ്ധയും ഇല്ല. എന്ത് പറഞ്ഞാലും ഓഫീസ് ആ പണിയാന്നും പറഞ്ഞാൽ ലാപ്ടോപ്പ് ഇരുന്ന് കുത്തിക്കൊണ്ടിരിപ്പ എപ്പോഴും. എന്തേലും ചോദിച്ചാ എനിക്കെന്താ അറിയാം, എല്ലാം അച്ഛൻ അറിയാമല്ലോ എന്ന് പറഞ്ഞ് എന്നെ ഇട്ട് അലയിപ്പിക്കുവോ അവൻ. കല്യാണത്തിന് ശേഷം അവന്റെ ഭാര്യ അവനെ ഇട്ട് അലയിപ്പിക്കൂലോ. ഇപ്പൊ ഉത്തരവാദിത്തം ഇല്ലാതെ കറങ്ങി നടക്കുന്ന ചെക്കന്മാർ കല്യാണത്തിന് ശേഷം ഭാര്യയുടെ പുറകെ നടക്കുന്നാണോ പറയുന്നത്? അതന്നെ കാര്യം. ഞാൻ ഒരുപാട് പേരെ ക്ഷണിക്കാനുണ്ട് കേട്ടോ. ഞാനെന്നാ പോയിട്ട് വരാം. ശരി, ഓക്കെ. ദേവാ, എന്താടാ അവിടെ അച്ഛനും അമ്മയും കല്യാണത്തിനുള്ള പണികൾ ധൃതിയിൽ ചെയ്തുകൊണ്ടിരിക്കുക. നീ എന്തോ ഈ കല്യാണത്തിന് താല്പര്യവും ഇല്ലാത്ത പോലെ ഇവിടെ വന്നിരിക്കുന്നേ? ഡാ, അവക്ക് നിന്നെ ഇഷ്ടമല്ല, അവക്ക് അവിടെ മാമനെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്താടാ? കല്യാണം കഴിഞ്ഞ് പിള്ളേരൊക്കെ ആയി ഞാൻ സെറ്റിലാവുകടാ. പക്ഷേ തേൻ ആഗ്രഹിച്ച ജീവിതം അവൾക്ക് കിട്ടിയില്ലല്ലോ. അവൾ ഇങ്ങനെയുള്ളപ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ ഹാപ്പിയായി ജീവിക്കുക. അവൾ കഷ്ടപ്പെടുമ്പോൾ ഞാൻ എൻ്റെ കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാൻ പാടുമോ? അതുകൊണ്ട് ഞാൻ അവളുടെ മാമനെ കണ്ട് ഞാനാണ് അവളെ പ്രണയിച്ചത്, അവളല്ല എന്നെ പ്രണയിച്ചതെന്ന് സത്യം തുറന്നു പറയണം. നിങ്ങൾ എപ്പോഴെങ്കിലും മനസ്സിലാക്കണം, അവളെ ഞാനാ പ്രണയിച്ചത്. പക്ഷേ അവൾക്ക് എന്നോട് യാതൊരു ഫീലിങ്സും ഇല്ല. നിങ്ങളാണ് തെറ്റിദ്ധരിച്ചത്. നിങ്ങളെന്ന് വെച്ചാൽ അവൾക്ക് ജീവനാണ്. നിങ്ങൾ അവളെ കഷ്ടപ്പെടുത്തിയല്ലോ. അറിയാം, അതുകൊണ്ടാണ് ഞാൻ അവളിൽ വെറുപ്പുണ്ടാക്കിയേ. അവൾക്ക് എന്നോടുണ്ടായിരുന്നത് പ്രേമമായിരുന്നു. പക്ഷെ എനിക്ക് അവളോടുണ്ടായിരുന്നത് സ്നേഹമായിരുന്നു. ഞാൻ ജനിച്ചു കഴിഞ്ഞ് എൻ്റെ അച്ഛനും അമ്മയും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. ഞാൻ കണ്ണു തുറന്ന് കണ്ട ആദ്യ മുഖം എൻ്റെ ചേച്ചിയുടെ ആയിരുന്നു. ഗായത്രി, നീ വീട്ടിൽ പൊക്കോ. ഞാൻ നാട്ടിൽ പോയിട്ട് നിന്നെ ഫോൺ ചെയ്തേക്കാം. സിംഗക്കുട്ടിയെ ജനിക്കൂ, നീ കരയാതെ പൊക്കോ. പൊന്നമ്മാ, ഇപ്പൊ ഞാൻ തമിഴ്നാട്ടിലേക്ക് ചായ കിടാൻ പോവാ. വരാനായിട്ട് 1-2 മാസം ആയെന്നിരിക്കും. ഇപ്പൊ പ്രസവ സമയത്ത് ഞാനിവിടെ ഉണ്ടാവില്ലല്ലോ. നീ ഇപ്പൊ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാ ഈ കാശ് വാങ്ങിച്ചിട്ട് അവൾക്ക് എന്താണോ ആവശ്യം അതെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തേക്കണം. എല്ലാം സൂക്ഷിച്ച്, മനസ്സിലായോ? ശരി, എന്നെ വിശ്വസിച്ചാ പോകുന്നേ. സിംഗക്കുട്ടി ഭദ്രമായിരിക്കണം. എന്താടാ ബാറ്റ് വാങ്ങണം, അതിന് കാശ് വേണം. ആ കാശ് ആ കാശും കൊണ്ട് പോവാതെ. വേഗം വരൂ, ചേച്ചിക്ക് വേദന സഹിക്കാൻ വയ്യ. ചേച്ചി കരയരുത്, നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല. ധൈര്യമായിട്ട് ചെല്ലുന്നു. പതുക്കെ. എടാ മോനെ, നീ അവിടെ നിന്നാ മതി, ഉള്ളിലേക്ക് വരണ്ട.
ദൈവമേ, എന്റെ ചേച്ചിക്കും ചേച്ചിയുടെ കുട്ടിക്കും ഒന്നും സംഭവിക്കരുത്. നീ വേണം കാത്തു സൂക്ഷിക്കാൻ. ആ കുഞ്ഞ് ചേച്ചി, ചേച്ചി എന്റെ കൈ താ ചേച്ചി, താ എടാ, ചേച്ചി. ഈ കൊച്ചിന് നിന്റെ കയ്യിൽ തന്നാലേ നിന്റെ ചേട്ടൻ എന്നെ വെറുതെ വിടില്ല. പിന്നെ എന്റെ പിള്ളേർ അനാഥരാവും. മാറി ചേച്ചി, നിൽക്കടാ. വേണ്ട ചേച്ചി. സഹതാപമൊക്കെ ഞാൻ പറഞ്ഞു നോക്കിയാലേ ചേച്ചി. ഞാൻ ജീവനോടുണ്ടാവില്ല. ചേച്ചി പോകരുത് മാറി ചേച്ചി. നിൽക്ക്. ചേച്ചി 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 നിൽക്കുക ചേച്ചി. ചേച്ചി പോകരുത് ചേച്ചി. ചേച്ചി വേണ്ട ചേച്ചി. ചേച്ചി താ ചേച്ചി. ചേച്ചി വിടടാ. കൊച്ചിനെ താ ചേച്ചി. ആ, എടാ ദുഷ്ടാ, നീ എന്നെ വെട്ടിയല്ലോ. ആ, ആ. ചേച്ചി ചേച്ചി കൊച്ചിനെ കണ്ടോ? ചേച്ചി ചേച്ചി കാണു ചേച്ചി. ചേച്ചി ചേച്ചിയായിരുന്നു എനിക്ക് എൻ്റെ അമ്മ. അമ്മയുടെ രൂപത്തിലുള്ള തേനിനെ ഞാൻ എങ്ങനെയാ ഭാര്യയാക്കുന്നേ? അവളോടൊപ്പം ഒരു ദാമ്പത്യ ജീവിതം നയിക്കാൻ പറ്റുമോ? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചേച്ചി തന്നെയാണ് ഞാൻ എൻ്റെ അമ്മയായി കണ്ടത്. തേനിൽ ഞാൻ കണ്ടതും എൻ്റെ ചേച്ചിയെ തന്നെയാണ്. ഉറപ്പായിട്ടും അവളെ എനിക്ക് ഭാര്യയുടെ അംഗീകരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഉള്ളിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും നിങ്ങൾ ജീവിക്കുന്നില്ലേ? സ്ത്രീകളെ അടിമകളായും ലഹരിക്ക് വേണ്ടിയും ഉപയോഗിക്കുന്ന ആണുങ്ങൾക്കിടയിൽ സ്നേഹത്തിന് വേണ്ടി ഇത്രയും പ്രാധാന്യം നൽകുന്നല്ലോ. നിങ്ങൾ ശരിക്കും ഒരു വലിയ മനുഷ്യൻ തന്നെയാണ്. ഞാൻ നിങ്ങളെ ഒരിക്കലും മറക്കില്ല. ദേവാ, ഈ കാര്യം തേനൊരിക്കലും അറിയാൻ പാടില്ല. ശരി. സത്യം ചേച്ചി, എന്താണ് പറയുന്നേ? ദേവച്ചേട്ടൻ പുള്ളിയുടെ കല്യാണം നിർത്തിവെച്ചു. എന്തിന്? നിങ്ങൾ കല്യാണം കഴിക്കാതെ പുള്ളി കല്യാണം കഴിക്കില്ല എന്ന്. നിങ്ങളുടെ മാമന് നിങ്ങളെ ഇഷ്ടമല്ല. നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദേവയെ നിങ്ങൾക്ക് എന്തുകൊണ്ട് കല്യാണം കഴിച്ചൂടാ? ദേവ വളരെ നല്ലവനാ. അതിനെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ദേവയെ കല്യാണം കഴിച്ചാൽ നിങ്ങളുടെ ജീവിതം നന്നായിരിക്കും. ഞാൻ പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് ഒരു നല്ല തീരുമാനം എടുക്കുക ചേച്ചി. ചെറിയ പയ്യൻ്റെ സംസാരം ഒന്ന് തെറ്റിദ്ധരിക്കില്ല ചേച്ചി. നിങ്ങൾ നന്നായിട്ട് ജീവിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പറഞ്ഞു. പിന്നെ തീരുമാനം നിങ്ങളുടെയാ. എന്തിനാ ഇങ്ങനെ ചെയ്തേ? മനസ്സിൽ ഒരാളെ വിചാരിച്ചോണ്ട് വേറൊരാളുടെ കൂടെ എങ്ങനെ ജീവിക്കാൻ പറ്റും? എന്നെ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടില്ല ദേവ. എന്റെ തലയിൽ എഴുതിയിരിക്കുന്നത് ഞാൻ എന്നും ഒറ്റയ്ക്കാവണമെന്നാണ്. ശരിയാ, അതന്നെയാ എനിക്കും. നിനക്ക് നിന്റെ മാമനെ മറക്കാൻ പറ്റില്ലല്ലോ. അതേപോലെ എൻ്റെ പ്രണയത്തെയും എനിക്ക് മറക്കാൻ കഴിയത്തില്ല. ആഗ്രഹിക്കുന്നത് അവരവരുടെ സ്വാതന്ത്ര്യമാണ്. അതിൽ ആർക്കും ഇടപെടാൻ കഴിയില്ല. അതേപോലെയാണ് നീ നിന്റെ മാമനെ സ്നേഹിക്കുന്നതും ഞാൻ നിന്നെ സ്നേഹിക്കുന്നതും. ദയവ് ചെയ്ത് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ എനിക്ക് വേണ്ടി നശിപ്പിക്കരുത് ദേവ. നീ നിന്റെ മാമനില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ ജീവിക്കുന്നില്ലേ? അതേപോലെ ഞാൻ നിന്നെ ഓർത്ത് ജീവിക്കും. ഞാൻ നിന്നെ പ്രണയിക്കുന്നതും പ്രണയിച്ചതും സത്യമാണ്. ഇതാണോ നിങ്ങളുടെ തീരുമാനം? എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല. എന്റെ പ്രണയം ജയിച്ചോ തോറ്റോ നല്ല പ്രധാനം. ഞാൻ പ്രണയിക്കുന്നതും പ്രണയിച്ചതും സത്യമാണ്. അതെന്നും അവസാനിക്കില്ല.